എങ്ങോട്ട് ചായ പോണേ? ഇന്ന് ക്യാമ്പ് ആയല്ലോ, എന്താ പറയുന്ന? അത് പൊളിച്ചു. ബട്ട് ക്യാമ്പ് നൈറ്റ് അല്ലേ, അതുവരെ എന്ത് ചെയ്യും? ഇവിടെ അടുത്തൊരു അഡ്വഞ്ചർ സ്പോർട്സ് സെന്റർ ഉണ്ട്, അങ്ങോട്ട് പോയാലോ? വാവ്, അത് കൊള്ളാം. കുറച്ചായി ശരീരമൊക്കെ ഒന്ന് അനങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. അത് വേണോ? നമുക്ക് വേറെ വല്ലതും പോരെ? ഈ സൂവോ ബീച്ചോ അങ്ങനെ എന്തേലും? ഈ ഇച്ചാന് പേടിയാ. ആർക്കടി പേടി? എനിക്ക് പേടിയൊന്നുമില്ല. അത് ഞാൻ ഇന്നലെ അമ്യൂസ്മെന്റ് പാർക്കിൽ വെച്ച് കണ്ടായിരുന്നു. അയ്യോ, ആരെങ്കിലും എന്നെ ഒന്ന് താഴെ ഇറക്കണേ, എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞ് വിളിച്ചു കൂടിയത്. അത് പേടിച്ചിട്ടൊന്നുമല്ല, അതെനിക്ക് പണ്ട് മുതലേ ഈ അമ്യൂസ്മെന്റ് പാർക്ക് ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ടാ. എന്നാലും പേടിയാണ്, സമ്മതിക്കരുത് കേട്ടോ. എനിക്ക് പേടിയില്ലാന്ന് ഞാൻ പറഞ്ഞു, പിന്നെ ചെറിയൊരു ധൈര്യക്കുറവുണ്ട്, അതെങ്ങനെ പേടിയാകും? മതി മതി, ഇനി ഒന്നും പണയണ്ട. അന്നാമോ, നീ ഇത് എന്താലോചിച്ചിരിക്കുക? നീ ഇത് ഏത് ലോകത്താ? എന്താ എന്താ പറഞ്ഞേ? ബെസ്റ്റ്, നീ ഇവിടെ എങ്ങും ഇല്ലേ? അത് ഞാനെന്തോ പെട്ടെന്ന് ആലോചിച്ചിരുന്നു പോയി. പറഞ്ഞത് വല്ലതും കേട്ടോ നീ? എന്ത്? നിനക്കിതെന്താ പറ്റിയേ? മൊത്തത്തിൽ അങ്ങ് ഡൗൺ ആയല്ലോ. മൈൻഡ് ഒട്ടും ഓക്കെ അല്ല, എന്താന്നറിയില്ല. കുറച്ചു കഴിഞ്ഞാ ഓക്കെ ആയിക്കോളും, ഡോണ്ട് വറി. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ലിസിച്ചായ, ഞാൻ ഇവളെ ഒന്ന് കൊണ്ടുപോകുക. ഈ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് തിരിച്ചു കൊണ്ടുവരാവേ. നീ എങ്ങോട്ട് വേണേ കൊണ്ടുപോക്കോ. അപ്പൊ അന്നാമോ, ന്യൂയോർക്കൻ മുന്തിരിത്തോപ്പിൽ ചെന്ന് രാപ്പാർക്കാൻ പോരുന്നു എന്റെ കൂടെ? ഇങ്ങ എണീറ്റ് വാ പെണ്ണെ. ഞാൻ വരാം. ഡോക്ടർ ഇച്ചായോ, നമുക്ക് അവരെ അങ്ങ് സെറ്റാക്കിയാലോ? അത് വേണോ? സെറ്റ്കേൽ ഒരു പാവല്ലേ, അവനെ അറിഞ്ഞുകൊണ്ട് കുഴി തള്ളിയിടണോ? ഞാൻ സീരിയസ് ആയി ചോദിച്ചതാ. ഇവാൻ സാർ എന്താ പറയുന്നു? എനിക്കൊക്കെയാ, എല്ലേലും ആ വായാടിക്ക് പറ്റിയത് സെഡ് തന്നെയാ. എനിക്കും ഓക്കെ. ആഹാ, എന്നാ എനിക്കും ഓക്കെ. എനിക്ക് ഇതൊക്കെ പണ്ടേ അറിയായിരുന്നു. ഇതാ നിന്റെ ഫേവറേറ്റ് ഡ്രിങ്ക്. കുറെ നേരമായല്ലോ നോക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? ചുമ്മാ ചുമ്മാ? റിയലി? ഇത് ഞാൻ വിശ്വസിക്കണം? സൗന്ദര്യമുള്ളതെല്ലാം ആസ്വദിക്കണം എന്നാണല്ലോ. ഇത്രയും സുന്ദരിയായി നീ എന്റെ മുന്നിലിരിക്കുമ്പോ ഞാൻ അത് ആസ്വദിച്ചില്ലേ? മോശമല്ലേ? അപ്പൊ മിസ്റ്റർ സെഡ്കേലിന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാം. സെഡ്, താങ്ക്സ്. എന്തിന്? എന്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ സഹായിച്ചതിന്. ഷേ, നിനക്ക് ഈ സെന്റി റോള് ചേരില്ല, മാറ്റിപ്പിടി. അന്നാമോ, ഒന്ന് കണ്ണടച്ചേ. എന്തിനാടാ? ഒന്ന് കണ്ണടക്കേ. നിനക്ക് വേണ്ടി മേടിച്ചതാ. എടി അന്നാമോ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നിന്നോട് പറഞ്ഞത് തമാശയായി എടുക്കണ്ട. എന്ന് വെച്ചാ ആലോചിച്ചൊരു മറുപടി പറയാൻ. ഇപ്പൊ വേണ്ട, നിനക്ക് ഞാനൊരു 3 മാസം സമയം തരാം. നീ സീരിയസ് ആയിട്ടാണോ? അല്ല, തമാശ. വേനെ വിശ്വസിച്ചാ മതി. എനിക്ക് മറ്റുള്ളവരെ പോലെ പ്രൊപ്പോസ് ചെയ്യാനൊന്നും അറിഞ്ഞൂടാ. ഇപ്പൊ ഒന്നും പറയണ്ട. എന്ത് പറയാനുണ്ടെങ്കിലും 3 മാസം കഴിഞ്ഞു പറഞ്ഞാ മതി. അതുവരെ ഈ ടോക്ക് നമുക്കിടയിൽ വരരുത്. എന്നാ നമുക്കങ്ങ് പോയാലോ? ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചതാ നീ ഇപ്പൊ പറഞ്ഞ്. പക്ഷെ ഞാൻ ആരാന്ന സത്യം നീ മനസ്സിലാക്കുമ്പോ എന്നെ വെറുക്കത്തേ ഉള്ളൂ.
നിനക്കൊക്കെ ഭ്രാന്താടാ. ഇച്ചായ എനിക്ക് വാ, ദാ റൈഡിൽ പോകാം. ഇവൾ എന്റെ പുക കണ്ടേ അടങ്ങൂ. ഒന്ന് പോടി, ഞാനില്ല. കർത്താവേ, ഇവൾ എന്തിന്റെ കുഞ്ഞാണോ എന്തോ. ഇത് രണ്ടും അറിഞ്ഞ് പ്രേമിച്ചതാന്നാ തോന്നുന്നേ. രണ്ടിനും പേടിയെന്ന് പറഞ്ഞ സാധനമില്ല. എത്രയായാലേ നമ്മൾ ഇതുപോലെ കൂടിയിട്ട് പപ്പയും മമ്മിയും മിസ് ചെയ്യുക. അത് ശരിയായി ചായം പറഞ്ഞ്. കുറെയായി നമ്മൾ 5 പേര് ഇതുപോലെ ഒത്തുകൂടിയിട്ട്. ഇപ്പൊ ആ കൂട്ടത്തിൽ പുതിയ 4 പേര് കൂടി. നെക്സ്റ്റ് ഇനി എങ്ങോട്ടാ? നെക്സ്റ്റ് ഇനി റൂമിലോട്ട്, ബാക്കിയൊക്കെ ഇനി നാളെ. Camera. എനിക്ക് പേടിയാ. പേടിക്കാനൊന്നുമില്ല, എന്നെ മുറുക്കെ പിടിച്ചാ മതി. വേണോ? എനിക്ക് പേടിയാകുക. ഹാ, നീ ഇങ്ങ് വന്നേ. എനിക്കും അതിൽ കേറണം. നിനക്ക് കേറണോ? ഉം. എന്നാ വാ. ഏ, ശരിക്കും? ആ, നീ വാന്നേ. ലച്ചൂസേ, വല്ലാത്ത ചെല്ലിയുടെ മണം. എന്തോന്ന്? ദേ അങ്ങോട്ടൊന്ന് നോക്കിയേ. അയ്യോ, പണി പാടിയെന്നാ തോന്നുന്നേ. തോന്നല്ല,
എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എങ്ങനെയും ആ പോയ അഗ്നിപർവ്വതത്തെ ഒന്ന് തണുപ്പിക്കാൻ നോക്ക്. ഇടിയാ, നിനക്ക് എന്തെന്റെ കേടായിരുന്നു. കുഞ്ഞിച്ചായ, ഇച്ചായ ന്യൂസ് കണ്ടോ? കണ്ടു. വീണ്ടും തുടങ്ങിയല്ലേ? എന്നാലും ആരായിരിക്കും അത്? സെയിനാണോ? സെയിനല്ല, അവൻ വാമ്പയർ അല്ലേ? ഇത് ചെയ്യുന്നത് വെയർവുൾഫ്സാ. ഇപ്പൊ ന്യൂസ് മുഴുവൻ എന്റെ പേര് കൊണ്ട് നിറഞ്ഞു നിൽക്കുവാണല്ലോ. എനിക്ക് അതല്ല മനസ്സിലാകാത്തെ, ഇച്ചായന്റെ പേര് എന്തിനാ ഉപയോഗിക്കുന്നേ? ഇതിന്റെ പിന്നിൽ ആരാന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. അവൻ എനിക്ക് തരുന്ന മുന്നറിയിപ്പാണ് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ. പക്ഷെ അതിനവൻ ആരെയാ ഉപയോഗിക്കുന്നേന്നാ മനസ്സിലാകാത്തെ. ഒന്നും അറിയാത്ത മനുഷ്യരെ എന്തിനാ കൊല്ലുന്നേ? നട്ടലില്ലാത്തവൻ മുന്നിൽ നിന്ന് കളിക്കാൻ പേടിച്ചിട്ട് മറ്റുള്ളവരെ വെച്ച് കളിക്കുക. അലക്സിന് എന്തൊക്കെയോ അറിയാം. അന്ന് ഇച്ചായന്റെ പേര് കേട്ടപ്പോ അവൻ വല്ലാതെ പാനിക്കായി. എന്റെ പേര് കേട്ട് പേടിക്കാത്ത ആരാ ഉള്ള? കാർലെ, ദി ലോർഡ് ഓഫ് ഡാർക്ക്നെസ്. പക്ഷേ ആ ലോർഡ് ഇരുളിലാഴ്ന്നു പോയിട്ട് ഇപ്പോ വർഷങ്ങളായി. ഇച്ചായ, എല്ലാം ശരിയാകും. ഇത്രയും വർഷമായി ഞാൻ കാത്തിരിക്കുക, എന്നിട്ടും ഒന്നും ശരിയായില്ലല്ലോ. അന്നത്തെ പോലെയാണ് ഇപ്പോ. ലച്ചു വന്നില്ലേ? ലിഡിയ ഒറ്റയ്ക്കല്ല വന്നേ, കൂടെ കാസ്റ്റേലുമുണ്ട്. നീ അത് മറക്കരുത് ആലിസ. കാസ്റ്റർ, അവൻ പാവം ഇച്ചായ. നിന്നെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്തിനാന്ന് ഓർക്കുന്നുണ്ടോ? അത് അത് വിച്ചൂരിയും ലച്ചുവിനെയും നിരീക്ഷിക്കാൻ, അവരുടെ കാര്യങ്ങളെല്ലാം ഇച്ചായനെ അറിയിക്കാൻ. പക്ഷെ നീ അവരുടെ സൗഹൃദത്തിൽ നിന്റെ ദൗത്യം മറന്നു. ഇല്ലായിരുന്നേ എനിക്ക് ഇത്രയും നേരത്തെ ഇങ്ങോട്ട് വരേണ്ട വരില്ലായിരുന്നു. ഇച്ചായ, ഞാൻ അതും ഒരു വിധത്തിൽ നല്ലതാ. ലിഡിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി. പഴയതെല്ലാം അവൾ എൻ്റെ ഉള്ളിലോട്ട് വീണ്ടും വലിച്ചിട്ടു. എനിക്ക് ആ പ്രവചനം ശരിയാണെന്നാ തോന്നുന്നേ. സത്യമായിരിക്കും. എന്നാലും അപ്പോഴും എനിക്കതിൽ എന്തോ ഒരു അപാകത. പിച്ചു കാരണമാണോ? അതും ഒരു കാരണമാണെന്ന് കൂട്ടിക്കോ. അവൻ കാണുന്ന പോലെയല്ല, അവന്റെ ശക്തികൾ പുറത്തു വന്നു തുടങ്ങി. എന്ന് വെച്ചാ? അവന്റെ ഉള്ളിലെ ശക്തികളെ കുറിച്ച് അവനിപ്പോ നല്ല പോലെ അറിയാം. അതവൻ ഉപയോഗിച്ചു തുടങ്ങി. അതാദ്യം പരീക്ഷിച്ചത് എന്റെ മേലെ തന്നെയാ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൻ എങ്ങനെയാ അവന്റെ ശക്തികളെ കുറിച്ച് മനസ്സിലായേ? അവൻ ലച്ചുവിനെ പോലെ വീക്കല്ല. അവരുടെ ശക്തികൾ പുറത്തു വരാതിരിക്കാൻ ലസറസ് അവർക്കൊരു മരുന്ന് കൊടുക്കുന്നുണ്ട്. അതവർ കഴിക്കുന്ന സ്ട്രോബെറീസിൽ മിക്സ് ചെയ്താ കൊടുത്തുകൊണ്ടിരുന്നത്. വിച്ചു അത് കണ്ടുപിടിച്ചു കാണണം. അത് കഴിക്കുന്നത് നിർത്തിയപ്പോൾ മുതൽ അവന്റെ ശക്തികൾ പുറത്തു വരാൻ തുടങ്ങി. കാസ്റ്റിയലിന് മറ്റുള്ളവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതൊന്ന് ലിഡിയ അവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ലിഡിയയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യമായ അവൻ അവന്റെ ശക്തി എൻ്റെ മേലെ ഉപയോഗിച്ചത്. പക്ഷേ എനിക്കന്ന് അത് മനസ്സിലായില്ല. എൻ്റെ മൈൻഡ് അവൻ കൺട്രോൾ ചെയ്ത് എന്നെ കൊണ്ട് തന്നെ ലിഡിയെ ഇഷ്ടമല്ല എന്ന് പറയിപ്പിച്ചു. എൻ്റെ ശക്തികൾ എനിക്ക് പുറത്തെടുക്കാൻ പറ്റാതായിപ്പോയി. ഇല്ലേ, അവൻ ഒരിക്കലും എൻ്റെ മേലെ അത് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. ഇല്ല, ഇപ്പോഴും അതറിയില്ല. അതറിയാൻ അവൻ നല്ല പോലെ ശ്രമിക്കുന്നുണ്ട്. ഇനി അതിന് അധിക ദിവസമൊന്നുമില്ല. എല്ലാ സത്യങ്ങളും പുറത്തു വരാൻ സമയമായി. ലിഡിക്ക് എന്ത് പറ്റി? സാർ, വേഗം റിസോർട്ടിന്റെ പുറകിലോട്ട് വാ. ഹലോ ദേവി, ഹലോ. അറിയില്ല, ലിഡിക്ക് എന്തോ പറ്റി. ഞാനും വരാം. വേണ്ട, നീ ഇവിടെ വേണം, ഞാൻ പോകാം. ഇവാൻ സർ, നീ ഓക്കെ അല്ലേ? എന്താ പറ്റിയേ? സോറി ദേവി, ഞാൻ പറഞ്ഞിട്ടാ പ്രാങ്ക് കോൾ ചെയ്ത്. പ്രാങ്ക് കോൾ?
ഡിഡി ആർ യു ഫക്കിംഗ് സീരിയസ്? ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയോ നിനക്ക്? നിനക്ക് എന്തോ പറ്റിയെന്ന് വിചാരിച്ചു ഞാൻ. സോറി, ഞാൻ വേണം വെച്ച് ചെയ്തതല്ല. സാറിനൊരു സർപ്രൈസ് ഡേറ്റ് തരാൻ വേണ്ടി. ഡേറ്റ്? Why suddenly? ഞാൻ അലക്സിന്റെ കൂടെ റൈഡിൽ കയറിയത് ഇഷ്ടമായില്ല എന്ന് മനസ്സിലായി. അതിന്റെ പേരിൽ നീ എന്നോട് മിണ്ടാതിരിക്കല്ലേ. Why are you so innocent? എനിക്ക് ജലസായി എന്നുള്ളത് സത്യ. അതിന്റെ പേര് ഞാൻ എന്തിനാ മിണ്ടാതിരിക്കുന്നേ? അതും അലക്സ്, അവൻ നിന്റെ കസിൻ അല്ലേ. ഞാൻ ഒരിക്കലും നിന്നെ ഇഷ്ടമുള്ളതൊന്നും ചെയ്യരുതെന്ന് പറയില്ല. ഇറ്റ്സ് യുവർ ലൈഫ് ആൻഡ് യുവർ ചോയ്സസ്. നിനക്ക് എല്ലാത്തിനുള്ള ഫ്രീഡം ഞാൻ തരും. ബട്ട് വൺ കണ്ടീഷൻ, എന്നെ തനിച്ചാക്കി പോകരുത്. ഐ വോണ്ട്. ഞാൻ ആരും കാണാതെ കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്തതാ. എങ്ങനെയുണ്ട്? കൊള്ളാം. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വല്ല മണ്ടത്തരവാണേ വേണ്ട. പക്ഷേ അതൊന്നും അല്ല. അതില്ലേ, അത് ഞാൻ ഈ സാറി വിളി നിർത്തിക്കോട്ടെ? പ്രേമിക്കുന്ന ആളെ സാറെന്ന് വിളിക്കാൻ ഒരു സുഖമില്ല. ഞാൻ ഇവാന്ന് വിളിച്ചോട്ടെ? വേണ്ട വേണ്ട, ഇവാന്ന് വിളിക്കണ്ട, വേറെന്തേലും വിളിച്ചോ. വേറെന്ത്? ലൈ, ബേബി, ഹണി. അതിനേക്കാളും നല്ലത് സാറ് തന്നെയാ. ഇതിന് മാത്രം എന്താ ഇത്ര ചിരിക്കാൻ? ലിഡിയ, ഞാൻ ഒന്നുമില്ലാതെ ഒരു കാര്യവും വെറുതെ പറയില്ല എന്നറിയാലോ നിനക്ക്. പേര് വിളിക്കുന്നത് കൊണ്ട് ഇപ്പൊ എന്തുണ്ടാവാനാ? സ്വന്തം ബോയ്ഫ്രണ്ടിന്റെ പേര് വിളിക്കാൻ പറ്റാത്ത ലോകത്തിൽ ഇതിലും ഗതികെട്ട കാമുകി വേറെ കാണില്ല. ഇവാൻ, നിനക്ക് ഞാൻ കുറെ വാണിംഗ് തന്നതാ, എന്നിട്ട് നിങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ എനിക്കറിയാം. ജസ്റ്റ് വെയിറ്റ് ഇവാൻ ഫിലിപ്സ്. അവളെ കൊണ്ട് തന്നെ നിന്നെ വേണ്ടെന്ന് പറയിപ്പിക്കും ഞാൻ.